ഹായ് ഗൈസ്, ഇന്നത്തെ വിഷയം ക്യൂരിയോസിറ്റിയാണ്. ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് എൻ്റെ ചെറുതിലെ, വളരെ ചെറുതിലെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റിയാണ്. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ അത് എന്ത് കണ്ടാലും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വല്ലാത്തൊരു ത്വരയാണ്. ആ സമയത്ത് ഞങ്ങൾ ചെറുതിലെല്ലാം ഇപ്പോൾ ഒരു കാര്യം അറിയണം, പക്ഷേ എനിക്ക് ചോദിക്കാൻ പറ്റാത്ത ഒരാളുടെ അടുത്താണ് ആ കാര്യം ഉള്ളതെങ്കിൽ ഞാൻ അവരോട് ചോദിക്കാതെ തന്നെ അതിൻ്റെ പിന്നാലെ കൂടി അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ത്വര, അത് വളരെ ചെറുതിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നുണ്ട് ക്യൂരിയോസിറ്റിയുള്ള ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ കീഴടക്കാന്നൊക്കെ പറയും. പക്ഷെ അതൊന്നല്ല വിഷയം. എൻ്റെ മനസ്സിൽ എന്നും, ജീവിതം മുഴുവൻ, ഇന്നും അന്നും എന്നും, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ എന്നും ക്യൂരിയോസിറ്റിയാണ്. എന്തിനോടും വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയാണ്. എന്ത് കണ്ടാലും അതിനെക്കുറിച്ച് കൂടുതലൊന്ന് അറിയണം, പഠിക്കണം എന്നുള്ളൊരു ചിന്തയുള്ളൊരു കുട്ടിയാണ് ആ ചെറുതിൽ. ഇപ്പോഴും അതെ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ചിലവരിലുണ്ടാവുന്ന ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗുണങ്ങളാണ് കൂടുതൽ. ഗുണങ്ങൾ എന്നെല്ലാം പറഞ്ഞാൽ ഒരു ഫോർ എക്സാമ്പിൾ ഞങ്ങൾ പറയുന്നതാണെങ്കിൽ ഇതുണ്ടല്ലോ, നമ്മളൊരാളെ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ഞങ്ങൾ ഊഴം കാത്ത് നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവില്ല. അതൊന്നും എന്നെ സംബന്ധിച്ചുള്ള ഒരു ബോറടിക്കുന്ന ഒരു ക്യാരക്ടറല്ല. ഞാൻ അവിടെയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അവിടെ ഉള്ള പേഷ്യൻസിനൊക്കെ ഞാൻ നിരീക്ഷിക്കും. നമ്മൾ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി ട്രെയിനിന് പോകുന്ന സമയത്ത് അവിടെ ട്രെയിൻ ഒരു 2 hours ലേറ്റാന്ന് പറഞ്ഞാൽ അപ്സെറ്റ് ആവാറില്ല ഞാൻ. ആ സമയം ഞാൻ അവിടെ അത് എൻജോയ് ചെയ്യും. അവിടെയുള്ള ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടും ഈ ക്യൂരിയോസിറ്റിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്ന നിരീക്ഷണങ്ങൾ. അപ്പം ഞാനിങ്ങനെ അതിങ്ങനെ എൻജോയ് ചെയ്യുക, അതിങ്ങനെ ആസ്വദിക്കുക ചെയ്യുക ഞാൻ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏതൊരു ഇൻ്റർവ്യൂവിൽ മോഹൻലാലിനെ കുറിച്ചിട്ട് അവരുടെ ഭാര്യ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു. പുള്ളിക്ക് ബോറടി എന്താണെന്ന് അറിയാറില്ല. ബോറോ എന്താ അത് എന്ന് ചോദിക്കുന്ന ക്യാരക്ടറാണ്. എനിക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും എക്സാക്ട്ലി എന്നെ തന്നെ തോന്നും. ഞാനും അതേ തന്നെ. എനിക്ക് ഈ ബോർ എന്താണെന്ന് അറിയാറില്ല. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാനത് അവിടെ എൻജോയ് ചെയ്ത് ശരിക്കും എനിക്കൊരു ആൾ കൂടെ വേണമെന്നില്ല എൻജോയ് ചെയ്യാൻ. ഞാനതിങ്ങനെ ആസ്വദിക്കുകയാണ് ചെയ്യുക. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഒരു എയർപോർട്ടിൽ ഇരിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് 5 hours ലേറ്റാന്ന് പറഞ്ഞാലും ഞാനവിടെ എൻ്റർടൈൻ ചെയ്തോളൂ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഞാനവിടെ സെൽഫായിട്ട് എൻ്റർടൈൻ ചെയ്യും. അത് ഒരു വലിയ ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ദോഷങ്ങൾ എടുത്തു പറയാനൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ ചില ദേഷ്യം വരുന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ ഇതേപോലെ ക്യൂരിയോസിറ്റിയും ഈ അവസ്ഥകളൊക്കെ കടന്നു പോയിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു. ബൈ.